ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റിസൻ്റെ വളരെ വലിയൊരു അപ്ഡേറ്റ് നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാറ്റിസൺ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു എയർ ഡ്രോപ്പ് പ്രൊജക്റ്റും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ വെക്കുന്ന ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 500 ലൈക്സ് ആണ്. സോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവിധ അപ്ഡേറ്റുകളും നമ്മൾ ടെലഗ്രാമിലായിരിക്കും ഇടുന്നത്. അതുകൊണ്ട് തന്നെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാറ്റിസൺ എയർ ഡ്രോപ്പ് ഫാം ചെയ്യുന്ന എല്ലാ ആളുകൾക്കും വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അതായത് കാറ്റിസൺ 99% ബൈനാൻസ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിൻ്റെ കാരണം എന്താ നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിൽ പറഞ്ഞാണ്. എന്നാൽ ഒന്നുകൂടെ പറയാം. അതായത് കുറച്ച് സമയം മുന്നേ നമ്മുടെ കാറ്റിസൻ്റെ ബോട്ടിൻ്റെ ഉള്ളിൽ തന്നെ എയർ ഡ്രോപ്പിൻ്റെ ക്ലെയിമും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. സോ അതിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബൈനാൻസ് ആണ്. അതുപോലെ തന്നെ ബൈനാൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ സാധാരണ ഡോഗ്സിൻ്റെ ഒക്കെ എയർ ഡ്രോപ്പ് എങ്ങനെയാണോ വിഡ്രോ ചെയ്തത് സെയിം പ്രൊസീജിയർ തന്നെയാണ് അവിടെ കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. അതായത് ബൈനാൻസിൻ്റെ UID, അതുപോലെ തന്നെ കാറ്റിസൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ്, അതുപോലെ തന്നെ മെമോ. പക്ഷേ ഈ ഒരു സംഭവം പെട്ടെന്ന് തന്നെ അവർ ആ പേജിൽ നിന്ന് എടുത്ത് കളയുകയല്ല ചെയ്തത്. പെട്ടെന്ന് തന്നെ അവരുടെ ബോട്ട് മെയിൻ്റനൻസിലേക്ക് പോയി. പിന്നെ ഒരു 30 മിനിറ്റിന് ശേഷമാണ് ബോട്ട് ലൈവായി ഉണ്ടായിരുന്നത്. പിന്നെ ലൈവായി കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഈ ഒരു ഓപ്ഷനും കാര്യങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തിനാണ് അവരിങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ വളരെ വലിയൊരു ഹൈപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത പരിപാടിയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്കും സംഭവിച്ചാവാനുള്ള സാധ്യതയുണ്ട്. സോ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് പറ്റും. എന്തായാലും ബൈനാൻസ് ലിസ്റ്റിംഗ് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. ഓൾറെഡി ഞാൻ ഈ കാറ്റിസൻ്റെ വീഡിയോ ചെയ്ത് തന്നെ ഇതിൽ ഈ ഒരു പ്രൊജക്റ്റിൽ ബൈനാൻസ് ഇൻവെസ്റ്റഡ് ചെയ്തു എന്നൊരു ന്യൂസിന് ശേഷമാണ് ഞാനിത് കാര്യമായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. 5-6 മാസങ്ങൾക്ക് മുന്നേ ഇതിൽ ജോയിൻ ചെയ്തെങ്കിലും ഞാൻ കൃത്യമായിട്ട് ഗെയിമൊന്നും കളിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ബൈനാൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന ഉടനെ തന്നെ നമ്മൾ വീഡിയോയും ചെയ്തു. അതുപോലെ തന്നെ ടെലഗ്രാമിൽ കുറേയധികം പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഫാം ചെയ്ത് അത്യാവശ്യം ലെവൽസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോഴും ഫാം ചെയ്യുന്ന ആളുകൾ കുറേ ആൾക്കാർ ഡൗട്ടിലാണ്. ഇനി നമ്മളിത് തുടരണോ, അതോ ഇവർ സ്നാപ്ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തോ എന്ന് കുറേ ആളുകൾക്ക് ഡൗട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് നമുക്ക് യാതൊരുവിധ ഉറപ്പും പറയാനായിട്ട് പറ്റത്തില്ല. മൊത്തത്തിൽ 42% ഇവർ എയർ ഡ്രോപ്പ് കൊടുക്കാനായിട്ട് പോകുന്നത്. അത് ഇനിയിപ്പം സീസൺ 1, സീസൺ 2 അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഈ ഗെയിമും കാര്യങ്ങളൊക്കെ ഇനി തുടരുമോ, എന്താണ് ഇവരുടെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്നൊന്നും നമുക്കറിയത്തില്ല. അതൊക്കെ അവരുടെ അടുത്ത അനൗൺസ്മെൻറ്റ് വന്നാലേ കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇനിയും ഇതിലേക്ക് ഫണ്ട് മുടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതായ റിസ്കിൽ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കാറ്റിസൺ ഗെയിമിൻ്റെ ഉള്ളിൽ നമ്മുടെ റിപ്പോർട്ട് ജനറേറ്റ് ആവുന്ന സ്ഥലത്ത് അടുത്ത റിപ്പോർട്ട് 5 ദിവസവും 10 മണിക്കൂറും കഴിയുമ്പം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് ലാസ്റ്റ് എയർ ഡ്രോപ്പിന് മുന്നിലുള്ള ലാസ്റ്റ് റിപ്പോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ അവർ ഈ ഒരു റിപ്പോർട്ടിലേയും കൂടെ ഡാറ്റ കണക്കിലെടുത്തും കൊണ്ടായിരിക്കും നമുക്ക് എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ തരുന്നത്. പക്ഷേ അത് നമുക്ക് 100% ഷുവർ പറയാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇതിലേക്ക് ഇനിയും ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സ്വന്തം റിസ്കിൽ ചെയ്യാം. അതല്ല നിങ്ങൾ വെറുതെ ബോട്ട് ഓപ്പൺ ആക്കി വെക്കുന്നുണ്ടെങ്കിൽ യാതൊരുവിധ കുഴപ്പവും കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് സ്പെയർ ആയിട്ടുള്ളൊരു ഫോൺ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അത് തന്നെയാണ്. അപ്പം കാറ്റിസനെ കുറിച്ച് ഇത്രയാണ് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കാറ്റിസൺ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രൊജക്റ്റിനെ കുറിച്ചാണ്. ആ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിന്ന് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം. സോ നമ്മുടെ പുതിയ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വനില ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇത് ടെലഗ്രാമിൻ്റെ ഉള്ളിലൊരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് നടത്തുന്ന തരത്തിലുള്ള ഒരു പ്രൊജക്റ്റാണ്. നമ്മുടെ ബ്ലമ്മൊക്കെ എങ്ങനെയാണോ സെയിം ടൈപ്പ് പ്രൊജക്റ്റ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഞാൻ ഫാം ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ റീസൺസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബാക്ക്ഡ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കമ്പനീസ് നമുക്ക് കാണാം. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലൂട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി നമുക്ക് കാണാനായിട്ട് പറ്റും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റിസൻ്റെ പുറകിലുള്ള കമ്പനിയാണ്. സോ ഈ പ്ലൂട്ടോ വിഷൻ ഫൈനാൻസിലേക്കാണ് നമ്മുടെ ബൈനാൻസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കാറ്റിസൺ ബാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹോബി ഗ്ലോബൽ, അതായത് HTX വെഞ്ചേഴ്സ് ബാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ക്രോള് ഒക്കെ ബാക്ക് ചെയ്യുന്ന നല്ലൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ നിങ്ങളിതിൽ ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. കുറേ കാര്യങ്ങൾ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ മെമ്പർ അല്ലെങ്കിൽ അതിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ എയർ ഡ്രോപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നേരെ ഇത് ഈ ഒരു ടെലഗ്രാം ബോട്ടിലേക്കായിരിക്കും പോകുന്നത്. ഇവിടെ നമ്മൾ ഏൺ ചെയ്യേണ്ടത് ഇവരുടെ കോൺ എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത്
ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ബോട്ടിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ നമ്മൾ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ലിങ്ക് ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിവിടെ ട്വിറ്ററിൽ ഇട്ടുള്ള സെയിം പോസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഈ ഫോട്ടോ അടക്കം വെച്ചിട്ട് നിങ്ങളുടെ ട്വിറ്ററിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ഒരു ലിങ്ക് ഇത് ഷെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ പോയിട്ട് നിങ്ങളുടെ പോസ്റ്റിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത ശേഷം നിങ്ങളുടെ ടെലഗ്രാം ബോട്ടിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് നമ്മൾ ഓൾറെഡി ടെലഗ്രാമിൽ ഇട്ടാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ കൂടുതൽ ട്രേഡിംഗ് വോളിയം ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നല്ല ലെവലിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ കൂടുതൽ ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കുക. ഒരു സമയത്ത് നിങ്ങൾക്ക് 10 ട്രേഡുകൾ അടുപ്പിച്ച് ഓപ്പൺ ആക്കി വെക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് ആ ഒരു ട്രേഡ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയതിനു ശേഷം അത് ക്ലോസ് ചെയ്ത് കളയുക. ലോങ്ങോ ഷോർട്ടോ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം വീണ്ടും 10 ഓപ്പൺ ചെയ്യാം. അപ്പം അങ്ങനെ നിങ്ങൾ എത്രത്തോളം ട്രേഡ് ചെയ്യുന്നു അതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ പോയിന്റും കാര്യങ്ങളൊക്കെ കൂടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. കണ്ടോ, ഇവിടെ എനിക്ക് ഏകദേശം 18.2 പോയിൻ്റാണുള്ളത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 10 ഓർഡർ പ്ലേസ് ചെയ്യുവാണ്. 10 ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഏൺ എന്ന് പറഞ്ഞ സെക്ഷനിൽ വന്ന് നോക്കുമ്പോൾ നമുക്ക് എത്രത്തോളം പോയിൻറ്റ്സ് അവിടെ ആഡ് ആയിട്ടുണ്ടെന്ന് നോക്കാനായിട്ട് പറ്റും. സോ നമ്മളിവിടെ എല്ലാ ട്രേഡും പ്ലേസ് ആക്കി ഇവിടെ തിരിച്ചു വന്നപ്പോൾ കാണാം എനിക്ക് 31 പോയിൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ 1000 പോയിൻറ്റ്സ് ആക്കുകയാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എത്താനായിട്ട് പറ്റുന്നതായിരിക്കും. സോ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്തായാലും ഇതിൽ ലെവലപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല ബാക്കിംഗ് ഉള്ളൊരു പ്രൊജക്റ്റാണ്, അതുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇവൻറ്റ് നമുക്ക് നാളെ വൈകുന്നേരം 5:30 വരെ ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്രത്തോളം കോൺ പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നോ അത്രത്തോളം ഏൺ ചെയ്യുക. സോ നാളെ ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പം ഇവരുടെ അടുത്ത അപ്ഡേറ്റ് ഇവർ തരുന്നതായിരിക്കും. അതെന്താണെന്ന് നോക്കിയിട്ട് ഞാൻ എന്തായാലും ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.